പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ വിഷു 1200 ആണ്ട് മീനമാസം 30 ഞായറാഴ്ച രാത്രി 3:21, അതായത് ഉദയാൽപരം 52 നാഴിക 40 വിനാഴികയ്ക്ക് ചോതി നക്ഷത്രം 1-ാം പാദ തിങ്കൾ തുലാക്കൂറിൽ മേടരവി സംക്രമമാണ്. ഈ വർഷത്തെ വിഷുഫലം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നതിനെക്കുറിച്ച് പാരമ്പര്യ ജ്യോതിഷ ഗണിത രീതിയിൽ ഗ്രഹനിലയെ അടിസ്ഥാനപ്പെടുത്തിയും ഏറ്റവും നൂതനമായ രീതിയിൽ വ്യത്യസ്ത മേഖലകളിലുള്ള വ്യക്തികളുടെ ആയിരക്കണക്കിന് ഗ്രഹനിലകളെ പരിശോധിച്ചും ഏറ്റവും കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കുവാനാണ് ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്. ഇത് മറ്റ് ജ്യോതിഷ വിദഗ്ധരുടെ പ്രവചന രീതിയിൽ നിന്നും അല്പം വ്യത്യസ്തമായിരിക്കാം. പക്ഷേ ഈ വിഷുഫലം മറ്റേത് പ്രവചനത്തെക്കാളും മികച്ചതാക്കുവാൻ ഞാൻ ഈശ്വരീയമായ എല്ലാ പ്രാർത്ഥനകളോടും കൂടിയാണ് ഇത് നിങ്ങൾക്ക് മുന്നിലേക്ക് സമർപ്പിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും കൂടി താല്പര്യപ്പെടുന്നു. അപ്പോൾ ഇന്നത്തെ വിഷുഫലം കന്നിക്കൂറുകാരുടേതാണ്. ഉത്രത്തിന്റെ അവസാന 3/4 ഭാഗവും അത്തം ചിത്തിര ആദ്യ പകുതിയും ചേർന്നതാണ് കന്നിക്കൂറ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ വിഷുഫലം വളരെയധികം മികച്ചതായി തന്നെ കണക്കാക്കാവുന്നതാണ്. പുതിയ വാഹനം, വീട്, ഭൂമി മുതലായവ സ്വന്തമാക്കുന്നതിനുള്ള അവസരം തെളിഞ്ഞു വരുന്നതാണ്. ഗവൺമെന്റിൽ നിന്ന് മികച്ച പല ആനുകൂല്യങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. അധികമായുള്ള ധനച്ചിലവ് നിയന്ത്രിക്കുവാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളേണ്ടതാണ്. പ്രവൃത്തി മേഖലയിൽ പങ്കാളിയിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ ലഭ്യമാകുന്നതാണ്. ആലോചനയില്ലാതെ പറയുന്ന വാക്കുകൾ നിമിത്തം സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും തെറ്റിപ്പിരിയുവാനുള്ള സാധ്യതകൾ കാണുന്നു. വാക്കുകളുടെ ഉപയോഗത്തിൽ അല്പം കൂടി ജാഗ്രത പുലർത്തേണ്ടതാണ്. പൊതുരംഗത്ത് പ്രശസ്തി വർദ്ധിച്ചു വരുവാനും സിനിമ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുവാനും ഈ കാലയളവ് സഹായകരമാണ്. കുട്ടികളിൽ ത്വക്ക് സംബന്ധമായ ചില രോഗങ്ങൾക്ക് സാധ്യത കാണുന്നു. വീഴ്ചകൾ സൂക്ഷിക്കേണ്ടതാണ്. അസമയത്തുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി ഉണ്ടാകുന്നതാണ്. വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്പം താമസിച്ചാണെങ്കിലും അതിനുള്ള അവസരവും കൈവരുന്നതാണ്. വളരെ കാലമായി വിവാഹം വൈകിയവർക്കും വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരവും ഈ വർഷം കൈവരുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ട കന്നിക്കൂറുകാരെ, നിങ്ങളുടെ ഈ വർഷത്തെ വിഷുഫലം ഇപ്രകാരമാണ്. ഇതിൽ ഗുണഫലങ്ങൾ ഇരട്ടിയാവുന്നതിനും ദോഷഫലങ്ങളുടെ പ്രഭാവം കുറയ്ക്കുന്നതിനുമായി ചില പ്രതിവിധികൾ കൂടി പറയുകയാണ്. വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം കഴിപ്പിക്കുന്നതും അരയാൽ പ്രദക്ഷിണം നടത്തുന്നതും, ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും, രക്തഹാരം സമർപ്പിക്കുന്നതും, ഗണപതിക്ക് നാളികേരമുടയ്ക്കുന്നതും, നവഗ്രഹ ഹോമം നടത്തുന്നതും, സർപ്പങ്ങൾക്ക് 100 പാലും നൽകുന്നതും, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വേൽ സമർപ്പിക്കുന്നതും, ശിവക്ഷേത്രത്തിൽ വെള്ളി കൊണ്ടുള്ള തൃക്കണ്ണ് സമർപ്പിക്കുന്നതും പരിഹാരമാകുന്നു. അപ്പോൾ ഈ വർഷത്തെ വിഷുഫലം ഏവർക്കും ഗുണപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും സർവമംഗളങ്ങളും ഉണ്ടാകട്ടെ.